ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൈസ ഷർത്തൻ ലിസ്സഹീഹി. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 10. വലൈസ ഷർത്തൻ ലിസ്സഹീഹി ഖിലാഫൻ ലിമൻ സഅമഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആഹാദിൻ്റെ ഇനങ്ങളിൽ രണ്ടാമത്തതും ഹദീസുകളുടെ കൂട്ടത്തിൽ മൂന്നാമത്തതുമായ അസീസ് രണ്ട് റാവിയെ തൊട്ട് രണ്ട് റാവി റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഹദീസിന് രണ്ട് സനദ് ഉണ്ടാവണം, രണ്ട് റാവി ഉണ്ടാകണം എന്ന് പറഞ്ഞത്. എല്ലാ തബക്കയിലും ഈ രണ്ട് റാവി ഉണ്ടാകുക എന്ന് പറഞ്ഞത്. പറഞ്ഞത് രണ്ടിൽ കുറയാൻ പാടില്ല, രണ്ട് റാവിയെങ്കിലും ഉണ്ടാവണം എന്ന് പറഞ്ഞത്. വലൈസ ഷർത്തൻ, അത് ഷർത്തല്ല ലി സ്വഹീഹി, ഹദീസ് സ്വഹീഹാകാനുള്ള ഷർത്തല്ല. ഒരു സനദുള്ള സഹീഹായ ഒരു സനദുണ്ടെങ്കിലും എന്താണ്, ഹദീസ് സ്വഹീഹാണ്. രണ്ട് സനദ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ട് സനദ് വേണം എന്ന് പറഞ്ഞത് ഹദീസ് സ്വഹീഹാകാൻ എന്തല്ല, ഷർത്തല്ല. ഖിലാഫൻ ലിമൻ സഅമഹു, അങ്ങനെ വാദിച്ചവർക്കെതിരായിട്ട്. വഹുവ, ആ വാദിച്ച ആളാരാണ്? സായിമ്, അത് അബു അലിയിൽ ജുബ്ബായി മിനൽ മുഅ്തസിലത്തി, മുഅ്തസിലിയ വിഭാഗം, പിഴച്ച മുഅ്തസിലിയ വിഭാഗത്തിൻ്റെ അയിമ്മത്തുകളിൽപ്പെട്ട ആളാണ് ഈ ജുബ്ബായി, അലിയിൽ ജുബ്ബായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അബുൽ ഹസൻ അശ്അരി ഇമാമിൻ്റെ ഉസ്താദുമാരിൽപ്പെട്ട ആളാണല്ലോ. അദ്ദേഹത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മുഅ്തസിലി വിഭാഗമായപ്പോൾ ആ ഉസ്താദിനെ അബുൽ ഹസൻ അശ്അരി തങ്ങൾ തള്ളി പറഞ്ഞൊക്കെ ചരിത്രം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ അബു അലിയിൽ ജുബ്ബായി അദ്ദേഹമാണ് എന്ത് ചെയ്തത്, അത് വാദിച്ചത്. വൈലൈഹി, അങ്ങനെ അത് ഷർത്താണെന്നുള്ളതിലേക്ക് ഇഷാറത്താക്കുന്നുണ്ട് കലാമുൽ ഹാക്കിമി, ഹാക്കിം എന്നവരുടെ കലാം. ഹാക്കിമി അബി അബ്ദില്ല ഫി ഉലൂമിൽ ഹദീസ്, ആനവറുകളുടെ മാരിഫത്ത് ഉലൂമുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ ഉള്ള വാചകം, അതിലേക്കൊരു ഇഷാറത്ത് ആക്കുന്നുണ്ട്. ഹൈസു ഖാല, ഹാക്കിം എന്നവർ പറഞ്ഞ നിലയ്ക്ക്, അസ്സഹീഹു, എന്താ പറഞ്ഞത്? അസ്സഹീഹു, സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യർവീഹി സ്വഹാബിയു സായിലു അൻഹു ഇസ്മുൽ ജഹാലത്തി. ഹുവ, ആ സഹീഹായ ഹദീസ്, അല്ലദീ, ഒരു ഹദീസാണ്, യർവീഹി, ആ ഹദീസിനെ റിവായത്ത് ചെയ്യും, അസ്വഹാബിയു, ഒരു സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഏതെങ്കിലും ഒരു സ്വഹാബി റിവായത്ത് ചെയ്യുക. എങ്ങനത്തെ സ്വഹാബി? അസ്സായിലു അൻഹു ഇസ്മുൽ ജഹാലത്തി, ആ സ്വഹാബിയെ തൊട്ട് ജഹാലത്തിൻ്റെ ഇസ്മ് നീങ്ങിയതായ. ജഹാലത്തിൻ്റെ ഇസ്മ് നീങ്ങുക എന്ന് പറഞ്ഞാൽ ആള് മജ്ഹൂലല്ല, അറിയപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ മഷ്ഹൂറായ ആളാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെയൊക്കെയുള്ള മഷ്ഹൂറായ സ്വഹാബി. അപ്പോൾ മജ്ഹൂലാകുക എന്ന ഇസ്മ നീങ്ങിയ, ജഹാലത്തിൻ്റെ ഇസ്മ നീങ്ങിയ സ്വഹാബി, ആ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സഹീഹ്. എന്നിട്ട് ഹാക്കിം എന്നവർ പറഞ്ഞു, ഈ ജഹാലത്തിൻ്റെ ഇസ്മ, സ്വഹാബിയെ തൊട്ട് ജഹാലത്തിൻ്റെ ഇസ്മ നീങ്ങുന്നത് എപ്പോഴാ? അത് ബി അയ്യകൂന ലഹു റാവിയാനി, ആ സ്വഹാബിക്ക് രണ്ട് റാവി ഉണ്ടാകൽ കൊണ്ടാണ് അത് നീങ്ങുന്നത്. രണ്ട് റാവിയോ, സ്വഹാബിക്ക് രണ്ട് റാവി ഉണ്ടാകുക. ഒരു റാവി ഉണ്ടായാൽ ആ സ്വഹാബി മജ്ഹൂലാണ്. രണ്ട് റാവി ഉണ്ടാകുമ്പോൾ എന്താവൂല, മജ്ഹൂലാവൂല. അങ്ങനെ ഉള്ള ഒരു സ്വഹാബി റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് സുമ്മ യതദാവലുഹു അഹ്ലുൽ ഹദീസി ഇലാ വഖ്തിന, എന്നിട്ട് അഹ്ലുൽ ഹദീസിൻ്റെ അഹ്ലുകാർ എന്ത് ചെയ്തു, ആ ഹദീസിനെ ഇങ്ങനെ കൈമാറി നമ്മുടെ
വക്ത് വരെ എത്തി. ഷഹാദത്തി അല ഷഹാദത്തി, ഷഹാദത്തിന്മേൽ ഷഹാദത്ത് പോലെ ഓരോ തബക്കയിലും ഇങ്ങനെ മാറി മാറി വന്നു. ഇങ്ങനെ വരുന്ന ഹദീസാണ് ഇപ്പോൾ സ്വഹീഹ് എന്ന് ഹാക്കിം എന്ന് പറഞ്ഞവർ പറഞ്ഞ ഈ കലാമിലൊരു ഈമാ ഉണ്ട്. ആ പറഞ്ഞ ഷെർത്തിലേക്കൊരു ഈമാ ഉണ്ട്. ഈമാ എന്താണ് ഈമാ ഉണ്ടാന്ന് പറയാൻ കാരണം? അതിന് ശുറാഹുകൾ പറയുന്നു. കാരണം ഹാക്കിം എന്നവരുടെ ഈ കലാമ് രണ്ട് എഹ്തിമാലിന് സാധ്യതയുണ്ട്. എഹ്തമിലി എഹ്തിമാലൈനി, രണ്ട് എഹ്തിമാലിന് സാധ്യതയുണ്ട്. അത് ശുറാഹുകൾ പറയാം. അതിൽ ഒന്നാമത്തെ എഹ്തിമാല് ബി അയ്യക്കൂന ലഹു റാവിയാനി എന്ന് പറഞ്ഞ ആ വാക്കിലെ ലഹു എന്നതിൻ്റെ ലമീർ സഹീഹിലേക്ക് മടക്കിയിട്ട്, അപ്പോൾ ബായിക്ക് മാൻ എന്താണ്? മഅ. ബി അയ്യക്കൂന ലഹു റാവിയാനി എന്ന് പറഞ്ഞാൽ മഅ അയ്യക്കൂന എന്ന് വരും. അങ്ങനെ സഹീഹിലേക്ക് മടക്കിയിട്ട് പറയുമ്പോൾ ആ സഹീഹായ ഹദീസിന് രണ്ട് റാവി ഉണ്ടാകൽ കൊണ്ട് എന്ന അർത്ഥത്തിന് വരും. അപ്പോൾ എന്താണ്? സഹാബിയെ തൊട്ട് ഹദീസിനെ രണ്ട് റാവി റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ആ രണ്ട് റാവിയെ തൊട്ട് പിന്നെ 4 പേര് റിപ്പോർട്ട് ചെയ്തു. ഒറ്റ ആളെ തൊട്ട് 2 ആൾ, മറ്റേ ആളെ തൊട്ട് 2 ആൾ, അങ്ങനെ ഓരോ റാവിയെ തൊട്ട് ഈ 2 പേര് ഇങ്ങനെ വരും. അപ്പോൾ അതിന് എഹ്തിമാലുണ്ട്. ആ ലഹുവിൻ്റെ ലമീറിനെ അങ്ങോട്ട് സഹീഹിലേക്ക് മടക്കുമ്പോൾ, ഹദീസിലേക്ക് മടക്കുമ്പോൾ അങ്ങനെ ഒരു എഹ്തിമാലുണ്ട്. പിന്നോ മറ്റൊരു എഹ്തിമാൽ, രണ്ടാമത്തെ എഹ്തിമാൽ എന്ന് പറയുന്നത് ബി അയ്യക്കൂന ലഹു, നമ്മൾ ആദ്യം പറഞ്ഞു വിട്ട് ആ സ്വഹാബിയിലേക്ക്, ആ സ്വഹാബിക്ക് 2 റാവി ഉണ്ടാകുക എന്ന്. ആ സ്വഹാബിയിലേക്ക് ലമീർ മടക്കും. സ്വഹാബിയിലേക്ക് ലമീർ മടക്കുമ്പോൾ എന്താണ് അപ്പോൾ അർത്ഥം വരിക? അതനുസരിച്ച് മഷ്ഹൂറായ ഒരു സ്വഹാബി ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് മഷ്ഹൂറാകുന്ന എങ്ങനെയാണ്? ബി അയ്യക്കൂന ലഹു റാവിയാനിയാണല്ലോ. എന്നിട്ട് 2 റാവി ഉണ്ടാകുക എന്ന്. അപ്പോൾ ഇൻകാന ഇർവിൽ ഹദീസാനു അഹദുഹുമ, രണ്ടിൽ ഒരാൾ എന്താണ് അതിനെ റിപ്പോർട്ട് ചെയ്താലും ശരി 2 റാവി ഉണ്ടാകുക എന്നതാണ്. 2 പേരും കൂടി റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. രണ്ടിൽ ഒരാൾ എന്താണ് റിപ്പോർട്ട് ചെയ്താലും ശരി എന്ന് പറയുന്നുണ്ട്. വകദ ലി കുല്ലി മൻ യർവി അൻഹു റാവിയാനി, അതേപോലെ തന്നെ ആ സ്വഹാബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റാവിക്കും എന്ത് ഉണ്ടാകുക? 2 റാവി വെച്ചുണ്ടാകുക. ആ 2 റാവിയിൽ ഒരു റാവി റിപ്പോർട്ട് ചെയ്താലും ശരി, ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ 2 എഹ്തിമാലിന് സാധ്യതയുള്ള വാക്കാണ് കലാം ഹാക്കിം എന്നവരുടെ വാക്ക്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ രണ്ടാമത്തെ എഹ്തിമാലാണ് ഇപ്പോൾ ഇവിടെ എന്ത് ഇവിടുത്തെ ലാഹിർ രണ്ടാമത്തെ എഹ്തിമാലാണ്. ആ ആദ്യത്തെ എഹ്തിമാല് ളഫാണെന്നതിലേക്ക് ഇഷാറത്താക്കാനാണ് മുസന്നിഫ് എന്ത് ചെയ്തത്? യൂമി ഉ എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ എഹ്തിമാല് ഇവിടെ വെച്ചാൽ മതി. എന്ത്? സ്വഹാബിക്ക് 2 റാവി ഉണ്ടാകുക, അല്ലാതെ ഹദീസിന് 2 റാവി ഉണ്ടാകുക എന്നല്ല. പിന്നെ കഷഹാദത്തി അല ഷഹാദത്തി എന്ന് പറഞ്ഞത് ഇപ്പം ഷാഫി മദ്ഹബ് അനുസരിച്ച് ഷഹാദത്തിന്മേൽ ഷഹാദത്താകുമ്പോൾ 2 സാക്ഷികൾ, സാക്ഷി നിൽക്കുന്ന ആൾക്ക് 2 സാക്ഷി, അങ്ങനെ ഓരോ സാക്ഷിയുടെ മേൽ ഈ 2 സാക്ഷികൾ വേണമെന്ന് ഷാഫി മദ്ഹബ്. അബൂ ഹനീഫാമിൻ്റെ മദ്ഹബ് അനുസരിച്ച് എന്ത് വേണ്ട? ഓരോ ഷാഹിദിനും 2 ഷാഹിദിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഷഹാദത്തിനല്ല ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ഷാഹിദിനും പിന്നെ ഈ 2 ഷാഹിദ് ഉണ്ടാകുക എന്നുള്ള നിലയ്ക്കല്ല. അതേപോലെ ഓരോ റാവിക്കും പിന്നെ 2 റാവി ഉണ്ടാകുക എന്ന നിലയ്ക്കല്ല. അവിടെ ഈ സ്വഹാബിയിലേക്ക് ഇത്തിസാലാകുന്ന സനദ് ഉണ്ടാകുക എന്നതും
അതുപോലെ തന്നെ ആ സനത് തഅദ്ദുദാകുക എന്നത് മാത്രമാണ്. അല്ലാതെ ഓരോ റാവിക്കും 2 റാവി ഉണ്ടാകുക എന്നതല്ല എന്ന് ശുറാഹുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഹാക്കിം എന്നവരുടെ കലാമിൽ ഒരു ഈമാ ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ വസ്വറഹൽ ഖാദി അബൂബക്കർ ബിൻ അറബി എന്നവർ സ്വരീഹാക്കി ഫി ഷറഹിൽ ബുഖാരി, ബുഖാരിയുടെ ഷറഹിൽ അദ്ദേഹം സ്വരീഹാക്കി. എന്ത് സ്വരീഹാക്കി? ബി അന്നദാലിക, ഈ ഹദീസിന് 2 റാവി ഉണ്ടാകുക എന്നത്, അതെന്ന് പറഞ്ഞാൽ 2 സനദ് ഉണ്ടാകുക എന്നത് ഷർത്തുൽ ബുഖാരി, അത് ബുഖാരിയുടെ ഷർത്താണ് എന്ന് പറഞ്ഞത്. ഓരോ തബക്കയിലും ഈ 2 റാവികൾ ഉണ്ടാകുക എന്ന് പറഞ്ഞത് അത് ബുഖാരിയുടെ ഷർത്താണ് എന്ന് പിന്നെ സ്വരീഹാക്കി ഖാദി എന്നവർ. എന്നിട്ട് അജാബ, ഖാദി എന്നവർ തന്നെ മറുപടിയും പറഞ്ഞു. അമ്മ ഊരിദ അലൈഹി, അദ്ദേഹത്തിൻ്റെ ഖാദി എന്നവരുടെ മേൽ ഇത്റാദ് ചെയ്യപ്പെട്ട ഒന്നിന് മറുപടിയും പറഞ്ഞു. എന്തിനാ ഇത്റാദ് ചെയ്തത്? മിൻ ദാലിക, ആ ഷർത്ത് പറഞ്ഞ കാരണം കൊണ്ട്. അത് ബുഖാരി ഇമാമിൻ്റെ ഷർത്താണ് എന്ന് പറഞ്ഞപ്പോൾ അത് കാരണം കൊണ്ട് ഖാദി എന്നവരുടെ മേൽ ഇത്റാദ് ചെയ്യപ്പെട്ടതിന് അതിന് ഖാദി എന്നവർ തന്നെ മറുപടിയും പറഞ്ഞു. എങ്ങനെ മറുപടി പറഞ്ഞു? ബി ജവാബിൻ, ഒരു ജവാബ്, ഒരു മറുപടി. എങ്ങനത്തെ മറുപടി? ഫീഹി നദറുൻ, ആ മറുപടി തന്നെ നദറുണ്ട്. ആ നദർ ശേഷം പറയുന്നുണ്ട്. തുഖിബ എന്ന് പറഞ്ഞത് ആ നദറിലേക്കാണ്. തുഖിബ ബി അന്നഹു എന്ന് പറഞ്ഞ ശേഷം പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു മറുപടിയും പറഞ്ഞു. കാരണം അതിൽ നദറുണ്ട്, നെതിറുള്ള ജവാബാണ് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. കാരണം അന്നഹു ഖാല, ഖാദി എന്നവർ പറഞ്ഞു, മൂപ്പരുടെ മേലെ ഇത്റാദ് ചെയ്യപ്പെട്ടപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫഇൻഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടാൽ, ഹദീസുൽ അഅമാലി ബിന്നിയാത്ത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് വേറൊരു നുസ്ഖയിൽ ഇന്നമൽ അഅമാലു തന്നെ ഉണ്ട്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് ഫർദുൻ, അത് മുൻഫരിദായ ഹദീസാണല്ലോ, ഫർദായ ഹദീസാണല്ലോ. അത് സഹീഹ് ആണ് താനും, സഹീഹ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസും ആണല്ലോ, സഹീഹിൽ വന്നതുമാണ്. അപ്പോൾ സഹീഹ് ആളോടുകൂടെ അത് ഫർദാണ്. കാരണം എന്താ? ലം യർവിഹി, ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്ല അൽഖമത്ത് എന്നവരല്ലാതെ. അപ്പോൾ എന്താണ്? ഫർദായി എന്ന് ചോദിച്ചാൽ ഖാദി എന്നവരുടെ വാദം എന്താണ്? ഇത് ബുഖാരി ഇമാമിൻ്റെ ഷർത്താണ് എന്ന് പറഞ്ഞ വാദം ഇതുകൊണ്ട് പൊളിയുമല്ലോ. കാരണം 2 റാവി വേണം എന്ന് പറഞ്ഞത് ഇവിടെ വരുന്നില്ലല്ലോ. ഇവിടെ 2ഉം ഫർദാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഫർദ, അൽഖമത്ത് റളിയല്ലാഹു അൻഹു താബിഈയായ അൽഖമത്ത് റളിയല്ലാഹു അൻഹു ഫർദാണ് എന്ന് ചോദിച്ചാൽ ഖുൽന, അതിന് നമ്മൾ മറുപടി പറയുന്നു ഖദ് ഖതബ ബിഹി ഉമറു, ഈ ഹദീസ് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്തു? ഖുതുബ പ്രസംഗിച്ചു. അലൽ മിമ്പരി, മിമ്പറിന്മേൽ നിന്ന് ഖുതുബ ഓതി. ബി ഹളറത്തി സ്വഹാബത്തി, സ്വഹാബത്തിൻ്റെ എല്ലാം സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്തത്? ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഓതി പ്രസംഗിച്ചത്. വലൗലാ അന്നഹും യഅരിഫൂനഹു, ആ സ്വഹാബത്തൊക്കെ ഈ അല്ലെങ്കിൽ സഹാബത്തും താബീങ്ങളുമൊക്കെ ഈ ഹദീസിനെ അറിയുമായിരുന്നില്ല എങ്കിൽ അൻകറൂഹു, ആ ഹദീസിനെ അവർ ഇൻകാർ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ഫർദാണെന്ന് പറയണ്ട, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വേറെയും സഹാബത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്? ഖാദി എന്നവർ മൂപ്പരുടെ മേൽ ഇത്റാദ് ചെയ്തതിന് മറുപടി പറയുന്നത്. അപ്പോൾ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ ഹദീസ് എന്താണ്? അതിൽ ഉമർ റളിയല്ലാഹു അൻഹു അൽഖമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഫർദ എന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് ഉപ്പർ പറയണത്. കാരണം അവരെല്ലാം മറ്റു സഹാബത്തും എന്താണ് ചെയ്തിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അതിൽ നിന്ന് വരുന്നത്. അവർക്ക് അറിയുമായിരുന്നില്ലെങ്കിൽ അവരതിനെ നിഷേധിക്കുമായിരുന്നല്ലോ എന്നാണ് മറുപടി പറഞ്ഞത്. കഥാ കാല,
ഇപ്രകാരം തന്നെ ഖാലി എന്നവർ പറഞ്ഞു. എന്താ വത്തുഖിബ ഇഅ്തിറാദ് ചെയ്യപ്പെട്ടു. തുഖിബ എന്ന് പറഞ്ഞാൽ ഇഅ്തറള. തഅഖുബ് എന്ന് പറഞ്ഞാൽ ലഫ്ളുൻ യുക്കന്ന ബിഹി അൻ ഇബ്താലിൽ കലാമി. കലാമിനെ ഇബ്താലിനാക്കുന്നതിനെ തൊട്ട് കിനായത്താക്കി പറയുന്ന ലഫ്ളാണ് തഅഖുബ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇഅ്തിറാദ് പറയപ്പെട്ടു. എന്തുകൊണ്ട്? ബി അന്നഹു. ഇപ്പം ആ പറഞ്ഞ ഖാദി എന്നവർ പറഞ്ഞ ആ കലാമിന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ബി ജവാബിൻ ഫീഹി നദറുൻ. നദറുള്ള ജവാബാണ്. ആ നദറുള്ള ജവാബ് എന്ന ആ നദറിലേക്കാണ് ഇവിടെ തുഖിബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞ നദറിനെ വിശദീകരിക്കുകയാണ് ഇവിടെ. കാരണം ആ ജവാബിൽ നദറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ജവാബിന് ഇഅ്തിറാദ് പറയാം. ഖാദി എന്നവർ കുൽന ഖദ് ഖതബ ബിഹി ഉമറു എന്ന് പറഞ്ഞിട്ട് ജവാബ് പറഞ്ഞല്ലോ. ആ ജവാബിന് എന്ത് ചെയ്യുക? ഇഅ്തിറാദ് പറയാം. പറഞ്ഞ ആ ജവാബിന് നദറുണ്ടെന്ന് നേരത്തെ നമ്മൾ പറയുകയും ചെയ്തു. അപ്പോൾ ആ നദറാണ് പറയുന്നത്. വതുഖിബ ബി അന്നഹു ലാ യൽസമു മിൻ കൗനിഹിം. ആ സഹാബത്തൊക്കെ ആയിരുന്നു സക്കത്തു അൻഹു, അതിനെ റദ്ദ് ചെയ്യുന്നതിനെ തൊട്ട് അവരൊക്കെ മിണ്ടാതെ നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചപ്പോൾ അവർ റദ്ദ് ചെയ്തില്ലല്ലോ. റദ്ദ് ചെയ്യാതെ സാക്കിത്തായി എന്നതിൽ നിന്ന് ലാസിമാകൂല അയ്യകൂനു സമീഊഹു മിൻ ഗൈരിഹി. മറ്റുള്ളവരിൽ നിന്ന്, ഉമർ റളിയല്ലാഹു അൻഹു അല്ലാത്ത മറ്റാളിൽ നിന്ന് അവരത് കേട്ടിട്ടുണ്ട് എന്നത് ലാസിമാകൂല. ഇവർ സാക്കിത്തായി എന്ന നിലയ്ക്ക് മറ്റുള്ളവരിൽ നിന്ന് കേട്ടു എന്ന് അതിന് ലാസിമായി കിട്ടൂല. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സിഖത്തിന്മേൽ ഇവർ മതിയാക്കിയിട്ട് സാക്കിത്തായതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത്രക്കും വലിയ സിഖത്തായ ആളാണല്ലോ. അപ്പം സിഖത്തിൻ്റെ ഖബർ സ്വീകരിക്കാം എന്ന ബാബിൽപ്പെട്ട ഹദീസാണ് അത് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഹാക്കിം എന്നവർ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അറിയില്ലായിരുന്നു എങ്കിൽ അത് നിഷേധിക്കുമായിരുന്നല്ലോ എന്ന് എന്ത് ചെയ്യണ്ട, പറയണ്ട എന്ന് പറഞ്ഞിപ്പോൾ ഇഅ്തിറാദ് ചെയ്യാണ്. ആ ജവാബിന് ഇഅ്തിറാദ് ചെയ്യാം. അങ്ങനെ ഇഅ്തിറാദ് ചെയ്യപ്പെട്ടു. മാത്രമല്ല വബി അന്ന ഹാദ, മറ്റൊരു ഇഅ്തിറാദ് വബി അന്ന ഹാദ, ഇതുകൊണ്ടും ഇഅ്തിറാദ് പറയപ്പെട്ടു. എന്താ ഈ പറഞ്ഞത്? വബി അന്ന ഹാദ, പിന്നെ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനും അതുപോലെ അൽഖമത്ത് റളിയല്ലാഹു അൻഹു ഒക്കെ എന്താണ് ഫർദാണെന്ന് പറഞ്ഞത്? അവിടെ ഫർദ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അവരെല്ലാം കേട്ടത് കൊണ്ട് ഫർദ് എന്ന് പറയാൻ പറ്റൂല. ഫർദ് ഇല്ല എന്ന് പറഞ്ഞത് ബി അന്ന ഹാദ, ഈ ഫർദ് ഇല്ല എന്ന് പറഞ്ഞത് ലൗ സുല്ലിമ ഫി ഉമർ റളിയല്ലാഹു അൻഹു, അത് ഉമർ റളിയല്ലാഹു അൻഹുവിൽ സമ്മതിക്കപ്പെട്ടാൽ, ഉമർ റളിയല്ലാഹുവിൽ സമ്മതിക്കപ്പെട്ടാൽ അതെന്താണ്? മുനിഅ ഫി തഫറുദി അൽഖമത്ത്, അൽഖമ റളിയല്ലാഹു അൻഹു തഫറുദായതിൽ അത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ സുമ്മ തഫറദ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിഹി, ആ ഹദീസ് കൊണ്ട് ഇബ്രാഹിം ബിൻ മുഹമ്മദ് എന്നവർ തഫറുദായി അൻ അൽഖമ എന്നവരെ തൊട്ട്. സുമ്മ തഫറദ, പിന്നെ ഫി തഫറുദി അൽഖമ സുമ്മ തഫറുദി മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിഹി അൻ അൽഖമ സുമ്മ തഫറുദി യഹ്യ ബിൻ സഈദ് ബിഹി അൻ മുഹമ്മദിൻ. ഇങ്ങനെ ഇവർ ഓരോരുത്തരും തഫറുദായി എന്നതിൽ എന്താണ്? അത് തഫറുദായി ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഉമർ റളിയല്ലാഹുവിൽ ഇനി അങ്ങനെ മറ്റു സ്വഹാബത്തൊക്കെ കേട്ടത് കൊണ്ട് എന്താണ്, പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ മറ്റു സ്വഹാബത്തും ഉണ്ട്, ഫർദല്ല എന്ന് പറയാമെങ്കിലും ഇവരിൽ എന്താണ്? ഇത് അൽഖമത്ത് റളിയല്ലാഹു അൻഹു താബിയാണ്. പിന്നെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്നവരതിന് ശേഷമുള്ള, ഇങ്ങനെ അവരിൽ എന്താണ്? ഫർദ് ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റൂല, അത് തടസ്സമാണ്. അപ്പോൾ അങ്ങനെയും ഒരു ഇഅ്തിറാദ് പറയാം. അപ്പോൾ പൂർണ്ണമായിട്ടും ഇതെന്താണ്? പിന്നെ ഫർദല്ല എന്ന് പറയാൻ പറ്റൂല. അപ്പം ഫർദായ ഹദീസാണ് എന്ന് വരും. രണ്ടുപേർ റിപ്പോർട്ട് ചെയ്തത് എന്നത് കിട്ടൂല്ലല്ലോ. അപ്പോൾ ബുഖാരി ഇമാമിൻ്റെ ഷർത്താണ് എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ എന്നാണ് ഇപ്പോൾ എന്താണ് ഖാദി എന്നവർക്ക് പിന്നെ ഇഅ്തിറാദായിട്ട് പറയുന്നത്. പിന്നെ അങ്ങനെ അലാമാ ഹുവ സ്വഹീഹുൽ മഅറൂഫു ഇൻദൽ മുഹദ്ദിസീന, മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ അറിയപ്പെട്ട സ്വഹീഹായ ഒന്നിൻ്റെ മേൽ.
ഒരഭിപ്രായം എടുക്കുമ്പോൾ എന്താണ് ഇതിൽ പിന്നെ ഫർദ് ഇല്ല എന്ന് പറയാൻ പറ്റൂല. പിന്നെ വഖദ് വറദത്ത് ലഹും, പിന്നെ അവിടെ ഒരു ചോദ്യം, അതിന് മറുപടി പറയാ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ വഖദ് വറദത്ത് ലഹും, ഈ പറഞ്ഞ അൽഖമർ റളിയല്ലാഹു അൻഹു, അതുപോലെ യഹ്യ ബിൻ സഈദ്, മുഹമ്മദ് ബിൻ ഇബ്രാഹിം, ഇവർക്കൊക്കെ മുതാബഅത്ത് ഉണ്ടല്ലോ. ഇതിനോട് മുതാബഅത്തായ ഹദീസുകൾ ഉണ്ടല്ലോ. അപ്പം ഇവരെ ഫർദാന്ന് പറയണ്ട, മുതാബഅത്ത് കൊണ്ട് ഫർദ് മാറുമല്ലോ എന്ന് പിന്നെ പറഞ്ഞാൽ അതെന്തല്ല, ലാ യുതബറു ബിഹ, അതിവിടെ ഈ മുതാബഅത്ത് ഈ ഹദീസിന് എന്താകില്ല, പരിഗണിക്കപ്പെടില്ല. കാരണം ഈ മുതാബഅത്ത് മുഴുവനും ലഈഫാണ്. കാരണം ബി അന്ന തിൽക്കൽ മുതാബഅത്തി ഗൈറു മുഅ്തബറത്തിൻ ലിമാ ഫീഹാ മിനൽ ളഅഫി എന്ന് ഷുറാഹുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ലഅഫുള്ള മുതാബഅത്താണ്. ആ മുതാബഅത്തിന് എന്താണ്, ഇത് പരിഗണിക്കപ്പെടില്ല. ഇനി വകദ, ഇപ്രകാരം തന്നെ ലാ നുസല്ലിമു ജവാബഹു. ഇപ്പം ഖാദി എന്നവർ പറഞ്ഞ ജവാബിന് മൊത്തം ഏത്രാദ് ചെയ്തുകൊണ്ട് പറഞ്ഞാണ്, ഈ 2 ഏത്രാദാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇപ്രകാരം തന്നെ ഇനി മൂന്നാമത്തെ ഒരു ഏത്രാദ് പറയാം, ലാ നുസല്ലിമു ജവാബഹു. ഖാദി എന്നവർ പറഞ്ഞ ജവാബിനെ നമ്മൾ സമ്മതിക്കുകയില്ല. ഫീ ഗൈരി ഹദീസ് ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് അല്ലാത്ത മറ്റ് ഹദീസിൽ ഈ പറഞ്ഞത് നമ്മൾ സമ്മതിക്കില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ സ്വഹാബിയിൽ അങ്ങനെ സമ്മതിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാത്തവർ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആ പറഞ്ഞ ജവാബ് സമ്മതിക്കുകയില്ല. ഫിൽ അഹാദീസില്ലത്തി തഫറദ ഗൈറു ഉമർ റളിയല്ലാഹു അൻഹു മിന സ്വഹാബത്തി, സഹാബത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാത്ത വേറെ ഒരു സ്വഹാബി തഫറുദായാൽ, അതുപോലെ തന്നെ താബിഈങ്ങളിൽ നിന്ന് അൽഖമർ റളിയല്ലാഹു അൻഹു അല്ലാത്ത, അത്ബായിൽ നിന്ന് അൽഖമർ റളിയല്ലാഹു അല്ലാത്ത മറ്റ് ആരുടെയെങ്കിലും തഫറു ഇതേപോലെ വന്നാൽ അതിലൊന്നും എന്ത് ചെയ്യില്ല, നമ്മളിത് സമ്മതിക്കൂല. ഇനി ഖാല ഇബ്നു റുഷ്ദ്, ഇബ്നു റുഷ്ദ് എന്നവർ പറഞ്ഞു, വലഖദ് കാന യക്ഫിൽ ഖാദിയ, ഖാദി അബൂബക്കർ എന്നവർക്ക് മതിയാകുമായിരുന്നു, ഫീ ബുത്ലാനി മദ്ദഅ, മൂപ്പര് വാദിച്ച ഒന്ന് ബാത്തിലാണ് എന്നതിന്. തഫറുദ് ഇല്ല എന്ന് വാദിച്ചല്ലോ ഹദീസിൽ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നതിൽ ഇപ്പം തഫറുദ് ഇല്ല എന്ന് വാദിച്ച ആ വാദം ബാത്തിലാണ് എന്നതിന് മതിയാകുമായിരുന്നു. അന്നഹു, എന്താ വാദിച്ചത്, ആ മദ്ദഅയ്ക്ക് ബദലായിട്ട് അന്നഹു ഷർത്തുൽ ബുഖാരി, അത് ബുഖാരിയുടെ ഷർത്താണെന്ന് വാദിച്ചല്ലോ. ആ ബുഖാരിയുടെ ഷർത്താണ് എന്ത്, പിന്നെ 2 റാവി ഉണ്ടാകുക, 2 സനദ് ഉണ്ടാകുക എന്ന് പറഞ്ഞത്. ആ വാദം ബാത്തിലാണ് എന്നതിന് ഖാദി അബൂബക്കർ എന്നവർക്ക് മതിയാകുമായിരുന്നു. എന്ത്, അവ്വലു ഹദീസിൻ മദ്കൂരിൻ ഫീഹി, ആ സഹീഹുൽ ബുഖാരിയിൽ പറയപ്പെട്ട ഒന്നാമത്തെ ഹദീസ് തന്നെ മതിയാകുമായിരുന്നു എന്ന് ഇബ്നു റുഷ്ദ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഹദീസാണല്ലോ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ്. ആ ഹദീസ് തന്നെ മതിയായിരുന്നു ഖാദി എന്നവരുടെ വാദം ബാത്തിലാണെന്ന് മനസ്സിലാക്കാൻ എന്നാണ് ഇബ്നു റുഷ്ദ് എന്നവർ പറയുന്നത്. അപ്പോൾ 2 റാവി, 2 സനദ് ഹദീസ് സഹീഹാകാൻ 2 റാവി വേണം, 2 സനദ് വേണം എന്നത് ശരിയല്ല എന്ന്, ബുഖാരി ഇമാമിൻ്റെ ഷർത്താണെന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഇനി വദ്ദഅ ഇബ്നു ഹിബ്ബാൻ നഖീർ ദഅവാഹു, ഇൻഷാ അല്ലാഹ് ബാക്കി ബാദെ.